യേശുവേ നിൻ പാദം കുമ്പിടുന്നു. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. എന്നുമേ ഞാനിനിയും നിന്നോടെ സ്വന്തമത്രേ. എന്നുമേ ഞാനിനിയും നിന്നോടെ സ്വന്തമത്രേ. എന്നുമേ ശക്തമല്ലി ബന്ധം മാറ്റുവാൻ എന്തൊരു ഭാഗ്യമിത്. ഹല്ലേലൂയാ ആമേൻ. ഹല്ലേലൂയാ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേൻ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേൻ. യേശുവേ നിൻ പാദം ഭൂതലം വെന്തോരുകും താരകങ്ങൾ മറയും. ഭൂതലം വെന്തോരുകും താരകങ്ങൾ മറയും. അന്നുമൻ യേശുവിൻ അൻപിൻ കരങ്ങളിൽ സാധു ഞാൻ വിശ്രമിക്കും. ഹല്ലേലൂയാ ആമേൻ. ഹല്ലേലൂയാ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഞങ്ങൾക്ക് ഇന്ന് കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ, ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, സ്തുതിക്കാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ട ആത്മീയ നന്മകൾ, ഭൗതിക നന്മകൾ ഒക്കെയും നൽകി തരുന്ന ദൈവം ഇന്നും വിശ്വസ്തനായി ഞങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അല്പസമയം കർത്താവിലായിരിക്കട്ടെ. ഞങ്ങൾക്കിന്ന് വിടുതൽ തരണം. ഞങ്ങൾക്കിന്ന് കർത്താവിന്റെ സാക്ഷ്യം കൽപ്പിച്ചു തരുമാറാകണം. കർത്താവിന്റെ തിരുനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. കാത്തുകൊള്ളണമേ. സഭാമധ്യ ഉലാവുന്നവൻ, സഭയ്ക്ക് തലയും അടിസ്ഥാനമായിരിക്കുന്ന യേശു ഞങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ട് സ്തോത്രം. വിഷയങ്ങൾ ഇടപെട്ടിരിക്കാൻ സ്തോത്രം. കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ നമുക്ക് ഇരിക്കാം. ക്രിസ്തു യേശുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയ്ക്കായി കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയല്ലോ. കർത്താവ് അതിന് അനുവാദം തന്നല്ലോ. കർത്താവിന്റെ നാമം മഹത്വം കൊടുക്കുമാറാകട്ടെ. ഓരോ ആരാധനയും ഓരോ കൂട്ടായ്മയും നമ്മൾ ഓരോ പടി നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിശ്വാസ ജീവിതത്തിൽ അവൻ ലക്ഷ്യമിട്ട സ്ഥലത്ത് എത്തണമെങ്കിൽ, അതായത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായ പട്ടണത്തിൽ അവന്റെ അവകാശത്തിലും അവന്റെ ജ്ഞാപകത്തിലും അവന്റെ ഓഹരിയിലും അവൻ എത്തിച്ചേരണമെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവൻ ചെയ്തു തീർക്കേണ്ടതും പ്രാപിച്ചിരിക്കേണ്ടതുമായ കാര്യങ്ങളുണ്ട്. നമ്മൾ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ പഠിക്കുന്ന ഭാഗമാണ് സംസാരിച്ചത്. എന്തെന്നാൽ യെരൂശലേം പട്ടണത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഓഹരിയുണ്ട്, ജ്ഞാപകമുണ്ട്, അവകാശമുണ്ട്. 3 കാര്യങ്ങളാണ്. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇസ്രായേൽ ഗോത്രം 12 പുനരുത്ഥാനത്തിങ്കൽ മനുഷ്യപുത്രൻ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അവനോടൊപ്പം ഇരുന്ന് നിങ്ങൾ ന്യായം വിധിക്കും. അതാണ് അവർക്ക് വെച്ചിരിക്കുന്ന സ്ഥാനം. അതാണ്
കർത്താവിലുള്ള ഓഹരിയാണത്, കർത്താവിലുള്ള പങ്കാണ്. എൻ്റെ രക്ഷയുടെയും ഭാരവാദത്തിൻ്റെയും പങ്ക് കർത്താവാകുന്നു എന്നാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ യെരുശലേം പട്ടണത്തിൻ്റെ, സ്വർഗീയ നഗരത്തിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് എഴുതിയിരിക്കുമ്പോൾ 12 അപ്പോസ്തലന്മാരുടെ പേരാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതവരുടെ ജ്ഞാപകമാണ്, അതായത് ഓർമ്മയാണ്. നമ്മൾ ഈ റോഡ് സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മുൻപുണ്ടായിരുന്ന ഒരു രാഷ്ട്രപതിയുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു റോഡാണ്. ഇതുപോലെ തന്നെ സ്വർഗീയ യെരുശലേമിൽ, സ്വർഗീയ സിയോനിൽ ഒരു ജ്ഞാപകമുണ്ട് വിളിക്കപ്പെട്ടവർക്ക്. അത് നേടിയെടുക്കണം. ഓഹരിയുണ്ട്. മൂന്നാമത്താണ് അവകാശമുണ്ട്. അവകാശം എന്ന് പറയുന്നത് സങ്കീർത്തനത്തിൽ പറയുന്നത്, അളവ് മുതൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോൻ, ആ സിയോൻ പർവ്വതം ആയിരിക്കുന്ന യെരുശലേം നഗരം, അവിടെ അവകാശം. അതെ, നമുക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ്. അപ്പോസ്തലന്മാർക്ക് ന്യായവിധിക്കുള്ള സ്ഥാനമുണ്ട്. അവിടെ അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു ജ്ഞാപകമുണ്ട്. അവരുടെ അവകാശം മനോഹര ദേശത്ത് ഉണ്ട്. ഇത് എല്ലാ വിളിക്കപ്പെട്ടവർക്കും ബാധകമാണ്. അതിനു വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ ജനം പ്രത്യാശയാൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. കർത്താവെ, എനിക്ക് വെച്ചിരിക്കുന്ന ജ്ഞാപകം ഏതാണ്? കർത്താവെ, എൻ്റെ ഓഹരി എന്താണ്? കർത്താവെ, എൻ്റെ അവകാശം എന്താണ്? ഒരു കാര്യത്തിൽ നമ്മൾ മുന്നമേ അങ്ങോട്ട് ചിന്തിച്ചു കൊള്ളണം. കർത്താവിൻ്റെ അടുക്കൽ ഇരിക്കാൻ, കർത്താവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കാനായിട്ട് കർത്താവിന് അനുഗ്രഹം ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത് പ്രകാരമാണ്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾ ഏൽക്കുകയും ചെയ്യും. അതൊക്കെ സംഭവിക്കും. അതൊക്കെ ജീവിതത്തിൽ വന്ന ആവശ്യമാണ്. പക്ഷെ ഇടത്തും വലത്തും ഇരിക്കുക എന്ന് പറയുന്നത് ആർക്കും ഒരുക്കിയിരിക്കുന്നു അവർക്ക് കിട്ടും എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവകാശമില്ലെന്നല്ല, നിങ്ങൾ ഒരു പ്രത്യേക സ്ഥാനമാണ് ചോദിക്കുന്നത്. ഇടത്തും വലത്തും ഇരിക്കുന്ന അത് ആർക്കും ഒരുക്കിയിരിക്കുന്നു അതാവും. ഇതെല്ലാം ഒരുങ്ങപ്പെട്ടതാണ്. എഴുതി തീർന്ന പുസ്തകം പോലെ ഇതെല്ലാം നിശ്ചയം കഴിഞ്ഞതാണ്. സഭാപ്രസംഗം നമ്മൾ വായിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ എന്തു തന്നെയായിരുന്നാലും അവന് പണ്ടേ തന്നെ പേര് വിളിച്ചിരിക്കും. മനുഷ്യൻ എന്താകുമെന്ന് വിധിച്ചു വരും. ഒരു മനുഷ്യൻ എന്തായി തീരുമെന്ന് വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിന് ഇനി പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല. പിന്നെ നമ്മളിവിടെ നമുക്ക് വെച്ചിരിക്കുന്നത് പ്രാപിപ്പാൻ തക്കവണ്ണം ഒരു ജീവിതം കർത്താവ് നമുക്ക് അവസരത്തോടുകൂടി തന്നിരിക്കുകയാണ്. ഇത് പൂർത്തിയാക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ ചിന്തിച്ചത് വലിയൊരു ലക്ഷ്യത്തിലേക്ക്, പ്രത്യാശയിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ദൈവം വസിക്കുന്ന കൂടാരം വസിക്കുന്ന പർവ്വതം വസിക്കുന്ന പട്ടണം. ഇതിനകത്ത് നമുക്ക് അവകാശം വേണം. ഇതിനകത്ത് കർത്താവിനോടൊപ്പം നമുക്ക് ഓഹരി വേണം. ഇതിനകത്ത് ജ്ഞാപകം വേണം, ഒരു ഓർമ്മ. ജ്ഞാപകം എന്ന് പറഞ്ഞാൽ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ, ഇത് ആരുടെ എന്ന് ചോദിക്കുമ്പോൾ, ഈ സ്ട്രീറ്റ് ആരുടെ, ആ വഴി ആരുടെ, ആ വഴി ആരുടെ പേരിലുള്ള. അപ്പോൾ നമുക്ക് മെയിൻ റോഡിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ ഒരു അവകാശം, ഒരു ഓഹരി, ഒരു ജ്ഞാപകം, ഒരു ഓർമ്മ
നമുക്ക് കർത്താവിനോടൊപ്പം ഉണ്ടെന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നത് അതിന് നമ്മൾ ഇപ്പോഴേ ഈ ലോകത്തിൽ വെച്ച് തന്നെ നമ്മൾ പൂർത്തിയാക്കേണ്ട പ്രവൃത്തിയുണ്ട്. നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. അല്ലാതെ വെറുതെ അങ്ങ് ചെന്നിട്ട് കാര്യമില്ല. അതിനുള്ള കാലഘട്ടമാണിത്. അത് പ്രാപിക്കുന്നതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യമാണ് ആരാധന എന്ന് പറയുന്നത്. ആ കാരണം ഒരു പ്രാണൻ, നമ്മുടെ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങുന്നത് ആരാധനയിൽ കൂടിയാണ്. രണ്ടാമത്തത്, വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്ത് കർത്താവിനോടൊപ്പം അവകാശം, കർത്താവിന്റെ സ്നേഹിതനായി തീരുന്ന ഒരു പദവി, അത് നമുക്ക് ലഭിക്കുന്നത് വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യുമ്പോഴാണ്. അതിനുവേണ്ടി നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുക. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും നമ്മൾ ലക്ഷ്യമാക്കുകയും ചെയ്യേണ്ട കാര്യം. നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ നമ്മളെല്ലാവരും ഒരു ഗോപുരത്തിന്റെ പണിക്ക് വന്നിട്ടുള്ളവരാണ്. അതിനെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിൽ ഒരാളൊരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് നോക്കുന്നില്ലയോ? ഒരു ഗോപുരം, ആ ഗോപുരമാണ് കർത്താവിന്റെ നാമം ബലമുള്ള ഗോപുരമാണ്. ഇത് പണിയാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ നാമം പണി തീർന്ന് കഴിഞ്ഞാൽ നമുക്കത് അവകാശമാണ്. ഈ ഗോപുരം പണി തീർത്താൽ, ഈ ഗോപുരത്തിന്റെ പണി തീർന്നാൽ നമുക്ക് കർത്താവിനോടൊപ്പം അവകാശമാണ്. കർത്താവ് എവിടെ ഇരിക്കുന്നുവോ അവിടെ നമുക്കും ഇരിക്കാം. അത് കർത്താവ് തന്ന വാഗ്ദത്തമാണ്. ആ ഗോപുരത്തിന്റെ പണിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുയേശു തന്നെ മൂലക്കല്ല. ക്രിസ്തുയേശുവാണ് അതിന്റെ മൂലക്കൽ. അതിന്മേൽ അപ്പോസ്തലന്മാരെന്ന അപ്പോസ്തലിക ഉപദേശം എന്ന് പറഞ്ഞ അടിസ്ഥാനമാണ്. ഇത് കഴിഞ്ഞിട്ടാണ് മുകളിലേക്കുള്ള പണി. ഈ മുകളിലേക്കുള്ള പണിയാണ് ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ പൂർണ്ണത. അതെന്തിനു വേണ്ടിയിട്ടാണ്? ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ പൂർണ്ണത ഒരു മനുഷ്യൻ പ്രാപിക്കുമ്പോഴാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ 75-ാമത്തെ വയസ്സിൽ വിളിച്ചതിന് ശേഷം അബ്രഹാമിനെ നടത്തി ആദ്യമൊക്കെ അവിശ്വാസത്തിന്റെ പ്രവൃത്തികളും അവിശ്വാസത്തിന്റെ വിചാരങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി. എങ്ങനെ വിശ്വാസം വർദ്ധിക്കണേ? ദൈവം ആരെന്നറിയണം. ദൈവം ആരെന്നറിയണം. ദൈവത്തെ വിശ്വസിക്കണമെങ്കിൽ ദൈവം ആരെന്നറിയണം. ദൈവത്തെ ഭയപ്പെടണമെങ്കിൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നറിയണം. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ദൈവത്തെ സ്നേഹവും അനുസരണവും ഒന്നാണ്. ദൈവത്തെ സ്നേഹിച്ച് അനുസരിക്കണമെങ്കിൽ അതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടാവും എന്നറിയണം. ഈ കാര്യങ്ങൾ അറിയാതെ ഒന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അബ്രഹാമിനെ ദൈവം വളർത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട്. വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യണം. ആരാധന പൂർത്തിയാകണം. അപ്പോ ഓരോ ദിവസവും ദൈവം അവനെ നോക്കും. എത്രയായിട്ടുണ്ട് 99 വയസ്സായപ്പോഴും കർത്താവ് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാണ്. നീ സംശയിക്കല്ലേ. നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരുന്നാ മതി. നിഷ്കളങ്കൻ ആയിരുന്നാൽ മാത്രമേ നിനക്ക് നിഷ്കളങ്കന് കൊടുക്കുന്ന ഒരു പ്രതിഫലം തരാൻ സാധിക്കൂ. അങ്ങനെ 100-ാമത്തെ വയസ്സിൽ നിഷ്കളങ്കന് ദൈവം കൊടുക്കുന്ന
ഒരു പ്രതിഫലം 37-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, നേരിലുള്ളവനെ നോക്കിക്കൊള്ളുക, സമാധാന പുരുഷൻ സന്തതി ഉണ്ടാകുമെന്ന് വചനത്തിലുള്ളതുപോലെ നിഷ്കളങ്കന് കൊടുക്കുന്ന ഒരു കുഞ്ഞിനെ അബ്രഹാമിന് ദൈവം കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നാളുകൾ പോയിക്കൊണ്ടിരുന്നു. ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രം ചെയ്യാൻ കഴിവുള്ള ഒരു കൽപ്പന കർത്താവിന്റെ പക്കലുണ്ട്. ഓർക്കേണ്ടത് അത് അബ്രഹാമിന് മാത്രമല്ല, നമുക്കെല്ലാവർക്കും ഉണ്ട്. ആ കൽപ്പനയുടെ നിവൃത്തിയോടുകൂടി ഇത് തെളിയിക്കപ്പെടുക. എന്തൊക്കെ തെളിയിക്കപ്പെടണം? അബ്രഹാം ആ കുഞ്ഞിനെ കൊണ്ടുപോയി യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ ആ യാഗം കഴിക്കാൻ ഒരുങ്ങി യാഗം കഴിക്കുമെന്ന് തീർച്ചയായപ്പോൾ എന്തൊക്കെ തെളിയിക്കപ്പെട്ടു? വചനത്തിലുണ്ട്. എന്നാണ്, ഈ യാഗപീഠത്തിൽ വെച്ച് ഞാൻ ഈ കുഞ്ഞിനെ യാഗം കഴിച്ചാൽ ആ യാഗപീഠത്തിൽ നിന്ന് തന്നെ അവനെ ജീവനോടെ രക്ഷിപ്പാൻ, ജീവനോടെ എനിക്ക് തരാൻ ദൈവത്തിന് കഴിയും. അപ്പൊ അവന്റെ വിശ്വാസം എന്തായി? സ്വന്തം ഭാര്യയെ മനുഷ്യനെ ഭയന്ന് ഫറവോന്റെ അരമനയിൽ പറഞ്ഞു വിട്ടതാ. കൊല്ലുമെന്ന്, മറ്റുള്ളവർ കൊല്ലുമെന്ന് പറഞ്ഞു. ആ നിലയിൽ നിന്ന് അവൻ എത്ര മാത്രം വളർന്നിട്ടുണ്ടെന്ന് ചിന്തിക്കണം. വചനത്തിൽ എഴുതിയിട്ടുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് അവന്റെ വളർച്ച എത്രമാത്രം ഭയങ്കരമാണ്. ഈ യാഗപീഠത്തിൽ നിന്നും ഞാൻ കത്തിവെക്കുന്ന ഈ മകന്റെ മേൽ കത്തിവെക്കുന്ന ഈ യാഗപീഠം അവൻ ഹോമയാഗമായിട്ട് അതിനെ ദഹിപ്പിച്ച് കർത്താവിന് അർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ആ യാഗപീഠത്തിൽ നിന്ന് ജീവനോടെ ദൈവത്തിന് അവനെ എനിക്ക് തരാൻ കഴിയും. അവന്റെ വിശ്വാസം വർദ്ധിച്ചു. അവന്റെ നേരെ കത്തി ഓങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞു, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലായി. എനിക്കറിയാം, ഞാനെന്നറിയുന്നു, നീ ദൈവത്തെ ഭയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതാണല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പന അവൻ എന്ത് കൽപ്പിച്ചുവോ അതനുസരിച്ചുകൂടി അവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് തെളിയിക്കപ്പെട്ടു. ഈ 4 ഭാഗം ദൈവത്തിന്റെ വചനപ്രകാരം ഈ 4 വചനങ്ങളിൽ കൂടി ഒരു കാര്യം തെളിയിക്കപ്പെട്ടു. അബ്രഹാം ഈ ലോകത്തിൽ ഏറ്റവും വിശ്വസിക്കുന്ന ഒരാളെന്ന് പറഞ്ഞ ദൈവമാണ്. ഏറ്റവും ഭയപ്പെടുന്ന ഒരാളെന്ന് പറഞ്ഞ ദൈവമാണ്. ഏറ്റവും സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന പറയുന്ന ഒരാൾ ദൈവമാണ് തെളിയിക്കപ്പെട്ടു. തർക്കമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ്. ദൈവത്തിന്റെ സ്നേഹിതൻ എന്നുള്ള പദവി പ്രാപിച്ചു. ആരാധനയിൽ പ്രസാദിച്ചതോടുകൂടി അബ്രഹാമിന്റെ പ്രാണൻ സംസാരിക്കാൻ തുടങ്ങി. ഇന്ദ്രിയങ്ങൾ അവകാശമായി കിട്ടിയെന്ന് പറഞ്ഞാൽ മനുഷ്യൻ പ്രായമാകുമ്പോൾ വയസ്സ് 100-120 വയസ്സായി. കണ്ണൊക്കെ മങ്ങാനുള്ള ആരംഭമാണ്. കണ്ണൊക്കെ ക്ഷയിക്കാനുള്ള, ചെവിയും കണ്ണും ഇന്ദ്രിയങ്ങൾ ക്ഷയിക്കാനുള്ള ശാരീരികമായ പ്രായാധിക്യം കൊണ്ട് ഈ ശരീരം ഒക്കെ ക്ഷയിക്കാനുള്ള അവസരത്തിലേക്ക് കിടക്കുക. ക്ഷയിക്കുന്നതിന് മുമ്പ്, കെട്ടുപോകുന്നതിന് മുമ്പേ തന്നെ, ഇരുട്ടുന്നതിന് മുമ്പേ മെഴുകുതിരി കത്തിച്ച് വരുന്ന ഇരുട്ടിനെ നേരിടാൻ തയ്യാറെടുക്കുന്നത് പോലെ ഇതാ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മാനവരാശിയുടെ ജീവിതം അവിടെ എത്തുന്നതിന് മുമ്പേ തന്നെ ആ ഇരുട്ടിനെ നേരിടാൻ വിളക്ക് കത്തിക്കുന്നത് പോലെ കത്തിച്ചെടുത്തു. എങ്ങനെ കത്തിച്ചെടുത്തു? ഇന്ന് അബ്രഹാമിന് ഈ കണ്ണ് നഷ്ടപ്പെട്ടാലും കാണാം. ആത്മാവിന് കണ്ണുണ്ടായി. ഈ ചെവി നഷ്ടപ്പെട്ടാലും കേൾക്കാം. കാരണം കേൾക്കുന്ന ഒരു ചെവി ആത്മാവിൽ പ്രാപിച്ചു. ഇത് ഈ നഷ്ടപ്പെട്ടാലും സംസാരിക്കാം. ഈ ശരീരം നഷ്ടപ്പെട്ടാലും സംസാരിക്കാം. ഈ ത്വക്ക് നഷ്ടപ്പെട്ടാലും സ്പർശിക്കാം.
ഈ മൂക്ക് നഷ്ടപ്പെട്ടാലും ഗന്ധം പ്രാപിക്കാം. ഒരു മനുഷ്യന്റെ ജീവിതം ഭദ്രമാകുന്ന സമയമാണ്, ധന്യമാകുന്ന സമയമാണ്. കാരണം ഇനി മരണത്തെ പേടിക്കണ്ട. അല്ലെങ്കിൽ ജനിക്കുമ്പോൾ മുതൽ മരിക്കോ, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ തൻ്റെ കണ്ണിനെ സംരക്ഷിക്കും, തൻ്റെ ശരീരത്തിനൊന്നും തട്ടാതെ വണ്ണം സൂക്ഷിക്കും. അത്രമാത്രം തൻ്റെ ശരീരത്തെ സംരക്ഷിക്കുന്ന ഇനി ഭയമില്ല. കാരണം കണ്ണ് മങ്ങും, ചെവി മങ്ങും, ചെവി അടയും, എല്ലാമോ. ഇന്ന് ഈ ആരാധനയെ സംബന്ധിക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമുക്ക് 100 പ്രശ്നങ്ങളുണ്ട്. ഇന്ന് നമ്മളിവിടെ ഇരിക്കുമ്പോൾ 100 ആവശ്യങ്ങൾ നമുക്കുണ്ട്, ഭയങ്കര സങ്കടങ്ങളുണ്ട് നമുക്ക്. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മുടെ ലക്ഷ്യം ഈ ജഡശരീരം പാപനിമിത്തം മരിക്കേണ്ടതാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് പോകും. ഇത്രയും പ്രായമായി നമുക്കൊക്കെ. ഇത് ഏതെങ്കിലും ഒരു ദിവസം അസ്തമിച്ചു പോകും. ഈ അസ്തമിച്ചു പോകുമ്പോൾ ഇതിനകത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ, അവന്റെ ജീവിതം പിന്നെ എന്തായി തീരുമെന്ന് നമ്മൾ ഇന്നൊന്ന് ചിന്തിച്ചാൽ മതി. വചനം പറയുന്നത് ഒരിക്കലും വെളിച്ചം കാണാത്ത അവസ്ഥയിലേക്ക് പോകുന്നവരുണ്ട്. എന്നും ലജ്ജിച്ച് ഇരിക്കുന്ന അവസ്ഥയുണ്ട്. ഒരിക്കലും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. യാതൊരു തരത്തിലും ഒരു നന്മയും പ്രാപിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ പോകുന്നവരുണ്ട്. എന്നാൽ ക്രിസ്തീയ വിശ്വാസവും കർത്താവിന്റെ നാമത്തിലുള്ള നമ്മുടെ പ്രത്യാശയും അതല്ല. നമ്മൾ ക്ഷയിക്കുമ്പോൾ, അയ്യോ, കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് എത്രയോ കോടി രൂപ മുടക്കിയാൽ മനുഷ്യന്റെ ആയുസ് 150-200 ഇടയ്ക്ക് ആയുസിലേക്ക് നീട്ടിക്കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവാക്കി അതിന്റെ പിന്നാലെ പോകുന്ന മനുഷ്യരെ കുറിച്ച് നമ്മൾ വാർത്ത കേൾക്കാനിടയായി തീർന്നു. മരിക്കില്ലെന്നല്ല, ഒരു 100 വർഷത്തോടെ നീട്ടിക്കിട്ടും, അല്ലെങ്കിൽ ഒരു 50 വർഷത്തോടെ നീട്ടിക്കിട്ടും. അപ്പൊ മനുഷ്യരുടെ ആഗ്രഹം നോക്കണം എങ്ങനെയാണ്. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. കാരണം അപ്പോസ്തലനായ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നിന്റെ കൂടാരം അഴിഞ്ഞു പോകാൻ പോട്ടോ, നിനക്കിനി ആയുസ് അധികമില്ല, നിന്റെ ജീവിതം ഇതാ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുവാ, നിന്റെ ഡ്യൂട്ടി തീർന്നു, കൂടാരം അഴിഞ്ഞ് നീ ഇങ്ങോട്ട് പോരാൻ പോവാ, ക്രിസ്തുവിനോട് എന്നിട്ട് എന്നാളും ഇരിക്കാനുള്ള അവസ്ഥയിലേക്ക് പോരുവാ. ഉടനെ തന്നെ അയ്യോ, ഹിസ്കിയാവ് പറഞ്ഞ പോലെ, എൻ്റെ കർത്താവേ, ഞാൻ കർത്താവിന് മുമ്പാകെ നടന്ന് എത്ര വിശ്വസ്തമായിട്ട് നടന്നതാ. ശരി, 15 വർഷത്തോടെ ഇരുന്നു. അതിനല്ല പത്രോസ് പോയത്. പൗലോസ് പറഞ്ഞ പോലെ, ഇത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്ക് അതിയായ കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. ഇതൊന്ന് വിട്ടുപിരിഞ്ഞ് എന്നാളും കർത്താവിനോടെ വസിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അവ വിട്ടുപിരിയുന്ന തടസ്സം എന്ന് പറയുന്നത് ഈ ജഡജീവിതമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ഭക്തൻ, വളർച്ച പ്രാപിച്ച ഒരു ഭക്തന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇതൊന്ന് വിട്ടുപിരിഞ്ഞ് കർത്താവിനോടൊപ്പം എന്നിരിക്കണം. അല്ലാതെ ഇവിടെ നമുക്ക് ഇവിടെ കുറച്ച് നാളോടെ ജീവിച്ചിട്ട് ശരി ഇനി അതിന്റെ ടേസ്റ്റും കൂടെ ഒന്ന് അറിയണം എന്നുള്ളൊരു ചിന്ത നമുക്കില്ല. അങ്ങനെ ആഗ്രഹവും നമുക്കില്ല. നമുക്ക് ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, ദൈവമേ, എല്ലാറ്റിൻ്റെയും അവസാനമായി ഞാൻ കണ്ണടച്ച് പിടിച്ച് ഒരു 5 മിനിറ്റ് ഇരുന്നു. ഇങ്ങനെ ആയിപ്പോയാൽ ഒന്നും കേൾക്കാത്ത അവസ്ഥയിൽ ചെവി ഒത്തിയിരുന്നു. ഇങ്ങനെ ഒരു നന്മയും പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി പ്രാപിക്കാൻ സാധിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് എന്താ അവസ്ഥ? അത് പാടില്ല. എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നത്, ക്രിസ്തീയ വിശ്വാസത്തിൽ വിളിച്ചിരിക്കുമ്പോൾ എനിക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത്, കണ്ണ് ക്ഷയിക്കട്ടെ, മൂക്ക് ക്ഷയിക്കട്ടെ, വായു ക്ഷയിക്കട്ടെ, എല്ലാം ക്ഷയിക്കട്ടെ. അതിനു മുമ്പ് ദൈവം ഒരു മാർഗം കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ആരാധന.
അതിൽ കൂടി തന്നെ വിശ്വാസത്തിന്റെ പ്രവൃത്തി പൂർത്തിയാക്കുന്ന അവസ്ഥ, ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തി പ്രാപിക്കുന്ന അവസ്ഥ, ഇത്രയും ചെയ്താൽ ആ ഗോപുരത്തിന്റെ പണി നമ്മൾ പഠിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും അത് എത്ര ശ്രേഷ്ഠമാണ്. അങ്ങനെ അങ്ങനെ ആ പ്രവൃത്തിയും പൂർത്തിയാക്കി കഴിയുമ്പോഴേക്കും ധൈര്യമായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ലോകത്തിൽ ഇനിയും നൂറുകണക്കിന് വർഷം കൊണ്ട് ജീവിക്കാനല്ല. പഴയ നിയമ വിശുദ്ധന്മാര്, തീയിൽ വീണുപോയവര്, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടവര്, വാളാൽ കൊല്ലപ്പെട്ടവര്, ഇവർക്കെല്ലാവർക്കും ഒരു ആഗ്രഹമാണ്, എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ്, നല്ലൊരു പുനരുദ്ധാനം. ഇന്ന് എൻ്റെ ശരീരത്തെ ഇവൻ കൊല്ലുക, ഇന്ന് എന്നെ ഇവൻ ഇല്ലാതാക്കുക, എന്നാൽ ഞാൻ ഒരു ദിവസം അക്ഷയനായി നല്ലൊരു പുനരുദ്ധാനത്തിൽ ഞാൻ എഴുന്നേൽക്കും. അന്യന്റെ കണ്ണല്ല, എൻ്റെ കണ്ണാണ്. അയ്യോ പറഞ്ഞ പോലെ എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ കാണും, സ്വന്തം ചെവിയാൽ ഞാൻ കേൾക്കും, സ്വന്തം വായിനാൽ ഞാൻ രുചിക്കും. അങ്ങനെ ഞാൻ ദൈവത്തോട് സംസാരിപ്പാൻ, ആത്മീയ മണ്ഡലങ്ങളിൽ സംസാരിപ്പാൻ ത്രാണിയുള്ളവനായി, ശക്തിയുള്ളവനായി, യോഗ്യനായി ഞാൻ എഴുന്നേൽക്കുന്ന ഒരു ദിവസം. അത് കണ്ടുകൊണ്ട് ഭേദ്യമേറ്റു പോയിക്കോട്ടെ. ഇത് ചിന്തിക്കുന്നവരാണ് ക്രിസ്തീയ വിശ്വാസികൾ. ഇതിന് മറിച്ച് ചിന്തിക്കുന്നവരെ കുറിച്ചാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. നാം ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. നമ്മുടെ പ്രത്യാശ ഈ നാളുകളിൽ ഒന്ന് തെളിച്ചെടുക്കണം. കാരണം കാലഘട്ടം അങ്ങനെയാണ് വരുന്നത്. ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുന്ന ദിവസം വരികയാണ്. ഒരു മനുഷ്യന്റെയും ജീവന് സംരക്ഷണമില്ലാത്ത അവസ്ഥ വരികയാണ്. ഈ സമയത്ത് പിടിച്ചു നിൽക്കാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ: വിശ്വാസത്തിന്റെ പൂർണ്ണത. ഒന്നും ഭയപ്പെടാത്ത ഒരവസ്ഥ. കാരണം ഇതിനേക്കാൾ തെളിച്ചത്തിൽ ഞാൻ കാണും, ഇതിനേക്കാൾ തെളിച്ചത്തിൽ ഞാൻ കേൾക്കും, ഇതിനേക്കാൾ തെളിച്ചത്തിൽ യേശു സംസാരിച്ചതുപോലെ ഞാൻ സംസാരിക്കും. ഇതൊക്കെ പ്രാഗൽഭ്യമുള്ളവന്, യഹോവഭക്തന് ദൃഢധൈര്യം ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതാ അതിന്റെ വിഷയം. ദൃഢധൈര്യം, ഇളകാത്ത ധൈര്യം. ഇന്ന് ആരാധനയാണല്ലോ, ഇന്ന് ആരാധനയല്ലേ. നമുക്ക് പ്രാപിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. ഈ പറയുമ്പോൾ തന്നെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ഭാരമുണ്ട്, പ്രയാസങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്, നഷ്ടങ്ങളുണ്ട്, ഒക്കെ ചെയ്തു തന്നെയാണ്. പക്ഷേ നമ്മുടെ ലക്ഷ്യവുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇത് തന്നെ ഉള്ളത്. നിങ്ങളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല, അത്രമാത്രം വലുതാണ് നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ്സും നമ്മുടെ പ്രത്യാശ. നാമോ ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആരാധനയെ ദൈവം മാനിക്കട്ടെ, ആരാധനയെ ദൈവം പ്രസാദിക്കട്ടെ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന, ഈ ശുശ്രൂഷ അനുഭവിച്ചിട്ടുള്ള ഒരാൾ പോലും അസമാധാനത്തിലോ, വെളിച്ചം കാണാത്ത അവസ്ഥയിലോ, ഇന്ദ്രിയങ്ങൾ പ്രാപിക്കാത്ത അവസ്ഥയിലോ പോകാതിരിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോഴേ ആ പരിജ്ഞാനം നിന്ന് വഴി നടത്തി ആ മഹാതീരത്തെത്തിപ്പാൻ സഹായിക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ താല്പര്യം നമുക്ക് പ്രാർത്ഥിക്കാം.